ഭാവന, ഉപവാസ പ്രാർത്ഥനയും ഉറക്കവും. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. കോവിഡ് കാലഘട്ടമായതിനാൽ ഇടയോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞായറാഴ്ച ആരാധനയായാലും നിയമാവലികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ വിശ്വാസികളിലേക്ക് ഒരു ആത്മീക നിദ്ര കടന്നുകൂടിയോ എന്ന സംശയം ദൈവദാസന് തോന്നി. അതിന് പരിഹാരമായി അദ്ദേഹം ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. വിശ്വാസികളുടെ അഭിപ്രായം അറിയുവാൻ പാസ്റ്റർ ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചു. എല്ലാവർക്കും താല്പര്യം. ഒരു ഉണർവ് വരേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് മൂപ്പന്മാരുടെ അഭിപ്രായം. എന്നാൽ 2 ദിവസത്തെ പ്രാർത്ഥനയെങ്കിലും പ്രവാചകന്മാർ വേണമെന്ന് അമ്മച്ചിമാർക്ക് നിർബന്ധം. ന്യൂ ജനറേഷൻ വർഷിപ്പ് ലീഡേഴ്സ് വേണമെന്നാണ് യുവജനങ്ങളുടെ നിർദ്ദേശം. അങ്ങനെ എല്ലാ നിബന്ധനകൾക്കും അവസാനം പാസ്റ്റർ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാലിച്ച് പ്രാർത്ഥന തുടങ്ങി. പാട്ട് പകുതി എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ആന്റിമാർക്ക് കസേര ഒരു പ്രശ്നമായിരുന്നെങ്കിലും സ്ഥിരമായി കസേരയ്ക്ക് അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ചായന്മാർക്ക് അത് ഒരാശ്വാസമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ആരാധന വിശ്വാസികളിൽ ആവേശമുണർത്തി. പ്രാർത്ഥനയുടെ ശബ്ദം ചർച്ച് മതിൽ കഴിഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ അയൽക്കാരായ കുറച്ച് അവിശ്വാസികൾക്ക് അത് അലോരസമുണ്ടാക്കി. ചിലർക്ക് ബഹളം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എന്നായി. അങ്ങനെ എല്ലാവരും ചേർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിനായി ചർച്ചിലേക്ക് വന്നു. വേഷം മാറി വന്ന പോലീസുകാരനെ ആരാധിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഏറ്റവും പിറകിലുള്ള സീറ്റിൽ ഇരിപ്പുറപ്പിച്ച് എല്ലാവരെയും വീക്ഷിച്ചു. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഇത്ര വലിയ ബഹളത്തിലും സ്വസ്ഥമായി ഉറങ്ങുന്ന അച്ചായന്മാരും കുശലം പറയുന്ന സഹോദരിമാരുമുണ്ടെന്ന്. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് അയൽക്കാരോട് പറഞ്ഞു, ഈ ബഹളമൊന്നും ഉറക്കത്തിന് ഒരു തടസ്സമാവില്ല. അതുകൊണ്ട് തന്നെ പരാതി എടുക്കുവാനും കഴിയുകയില്ല. നിങ്ങൾ അകത്തേക്കൊന്ന് പോയി നോക്കിക്കേ. നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ അവർക്കൊപ്പം കൂടിക്കൂ. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ ചർച്ചിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു, സഭാവിശ്വാസികളുടെ ഉണർവിനായി. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പിൻ. 1 പത്രോസ് 5:8. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.